വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമൂലിന്റെ 1-ാം പുസ്തകം 27-ാം അധ്യായം. ദാവീദ് ആത്മഗതമായി പറഞ്ഞു, ഞാൻ ഒരു ദിവസം സാവൂളിന്റെ കൈകൊണ്ട് തൂത്തെറിയപ്പെടും. ഫിലിസ്ത്യക്കാരുടെ നാട്ടിലേക്ക് സൗകര്യപൂർവ്വം കടന്നു കളയുന്നതല്ലേ എനിക്ക് നല്ലത്. അപ്പോൾ ഇസ്രായേൽ അതിർത്തിയിലെല്ലാം സാവൂൾ ഇനിയും എന്നെ അന്വേഷിച്ചു മടുക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദാവീദ് എഴുന്നേറ്റു. അവനും അവനോടൊപ്പമുള്ള 600 ആളുകളും മാവോക്കിന്റെ മകനും ഗത്ത് രാജാവുമായ അക്കീഷിന്റെ പക്കലേക്ക് കടന്നു. ദാവീദും അവന്റെ ആളുകളും ഓരോരുത്തനും അവനവന്റെ കുടുംബവും ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു. ദാവീദിനോടുകൂടെ അവന്റെ 2 ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാമും നാബാലിന്റെ ഭാര്യയായിരുന്ന കാർമെലുകാരി അബിഗായിലും ഉണ്ടായിരുന്നു. ദാവീദ് ഗത്തിലേക്ക് പലായനം ചെയ്തെന്ന് സാവൂളിന് വാർത്ത കിട്ടി. പിന്നെ അവന് വേണ്ടിയുള്ള തൻ്റെ അന്വേഷണം അയാൾ തുടർന്നില്ല. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ തുറസായ പട്ടണങ്ങളിലൊന്നിൽ അവർ എനിക്ക് ഒരു സ്ഥലം തരട്ടെ. ഞാൻ അവിടെ പാർത്തുകൊള്ളാം. നിന്റെ ദാസൻ എന്തിന് നിന്നോടൊത്ത് ഈ രാജനഗരിയിൽ താമസിക്കണം? അന്ന് തന്നെ അക്കീഷ് അവന് സിക്ലാഗ് കൊടുത്തു. അതിനാലാണ് ഈ ദിനം വരെയും സിക്ലാഗ് യൂദാ രാജാക്കന്മാരുടേതായിരിക്കുന്നത്. ദാവീദ് ഫിലിസ്ത്യക്കാരുടെ വിജന പ്രദേശത്ത് താമസിച്ച ദിനങ്ങളുടെ എണ്ണം 1 വർഷവും 4 മാസവുമാണ്. ഗഷൂറുകാരുടെയും ഗെറസുകാരുടെയും അമലേക്കുകാരുടെയും നേർക്ക് ദാവീദ് തൻ്റെ ആളുകളുമൊത്ത് മിന്നലാക്രമണം നടത്തി. അവർ ഷൂറിലേക്കുള്ള ദിശയിൽ ഓലാം മുതൽ ഈജിപ്ത് ദേശം വരെയുള്ള നാട്ടിലെ നിവാസികളായിരുന്നല്ലോ. ദാവീദ് ആ ദേശം ആക്രമിച്ചു. പുരുഷനെയോ സ്ത്രീയെയോ അവൻ ജീവനോടെ വച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ പിടിച്ചെടുത്ത് അവൻ അക്കീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഇന്ന് നിങ്ങൾ എവിടെയാണ് മിന്നലാക്രമണം നടത്തിയത് എന്ന് അക്കീഷ് ചോദിച്ചപ്പോൾ, യൂദായുടെ നെഗേബിലും ജെറമിയേലുകാരുടെ നെഗേബിലും കയിൻകാരുടെ നെഗേബിലും എന്ന് ദാവീദ് പറഞ്ഞു. ഫിലിസ്ത്യക്കാരുടെ വിജന പ്രദേശത്ത് വസിക്കുന്ന കാലമത്രയും ഇങ്ങനെയായിരുന്നു ദാവീദ് ചെയ്തത്. ഇപ്രകാരമായിരുന്നു അവന്റെ നടപടി എന്ന് പറഞ്ഞ് അവർ ഗത്തിലേക്ക് ചെന്ന് തങ്ങളെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കാതിരിക്കണം എന്ന് കരുതിയാണ് ദാവീദ് പുരുഷനെയോ സ്ത്രീയെയോ ജീവിക്കാൻ അനുവദിക്കാതിരുന്നത്. അവൻ സ്വജനമായ ഇസ്രായേലിൽ തികച്ചും വെറുക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. അവൻ എന്നും എനിക്ക് ദാസനായിരിക്കും എന്ന് സ്വഗതം ചെയ്തുകൊണ്ട് അക്കീഷ് ദാവീദിൽ വിശ്വാസമർപ്പിച്ചു. സാമുവേലിന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായം. അക്കാലത്ത് ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനോട് പൊരുതാൻ തങ്ങളുടെ സേനാവ്യൂഹങ്ങളെ യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടി. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, നീയും നിന്റെ ആളുകളും സൈന്യത്തിൽ എന്നോടൊത്ത് പുറപ്പെടേണ്ടതാണ് എന്ന് നീ ഉറപ്പായി അറിയണം. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, ശരി, നിന്റെ ദാസൻ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിക്കൊള്ളും. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, കൊള്ളാം, നിന്നെ ഞാൻ എക്കാലത്തേക്കുമുള്ള എൻ്റെ അംഗരക്ഷകനായി നിയമിക്കും. സാമുവൽ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇസ്രായേൽക്കാരെല്ലാം അവനെക്കുറിച്ച് വിലപിക്കുകയും അവനെ അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. സാവൂൾ എല്ലാ മൃതസമ്പർക്കക്കാരെയും മന്ത്രവാദികളെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫിലിസ്ത്യക്കാർ സംഘം ചേർന്ന് വന്ന് ശുനേമിൽ പാളയമടിച്ചത്. എല്ലാ ഇസ്രായേൽക്കാരെയും സാവൂളും സംഘടിപ്പിച്ചു. അവർ ഗിൽബോവായിൽ പാളയമടിച്ചു. സാവൂൾ ഫിലിസ്ത്യക്കാരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. അവന്റെ മനസ്സ് വല്ലാതെ പതറി. അവൻ കർത്താവിനോട് ആരാഞ്ഞു. പക്ഷേ സ്വപ്നങ്ങളിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ കർത്താവ് അവന് ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഒരു മൃതസമ്പർക്ക വിദഗ്ധയെ എനിക്കായി അന്വേഷിക്കുവിൻ. ഞാൻ അവളുടെ പക്കലേക്ക് പോയി അവൾ വഴി ഉത്തരം അന്വേഷിക്കട്ടെ. ഇതാ,
എന്തോറിൽ ഒരു മൃതസമ്പർക്കക്കാരിയുണ്ട് എന്ന് അവന്റെ ദാസന്മാർ അവനോട് പറഞ്ഞു. സാവൂൾ വേറെ വസ്ത്രങ്ങൾ അണിഞ്ഞ് വേഷപ്രച്ഛന്നനായി. അവൻ 2 ആളുകളോടൊപ്പം യാത്ര ചെയ്ത് രാത്രിയിൽ ആ സ്ത്രീയുടെ പക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു മൃതവിദ്യ കൊണ്ട് ദയവായി മന്ത്രം ചെയ്ത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നവനെ എനിക്കായി ഉയർത്തി തരുക. ആ സ്ത്രീ അവനോട് പറഞ്ഞു, ഇതാ സാവൂൾ ചെയ്തത് നിനക്കറിയാമല്ലോ. അവൻ മൃതസമ്പർക്കക്കാരെയും മന്ത്രവാദികളെയും നാട്ടിൽ നിന്ന് വിച്ഛേദിച്ചു. എന്നെ കൊല്ലിക്കാൻ പിന്നെ എന്തിന് നീ എൻ്റെ ജീവന് കെണി വെക്കുന്നു? ജീവിക്കുന്ന കർത്താവാണേ, ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സാവൂൾ കർത്താവിനെ കൊണ്ട് അവളോട് ശപഥം ചെയ്തു. ഞാൻ ആരെയാണ് നിനക്ക് വേണ്ടി ഉയർത്തി തരേണ്ടത് എന്ന് ആ സ്ത്രീ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, സാമുവലിനെ എനിക്കായി ഉയർത്തി തരിക. സാമുവലിനെ കണ്ടപ്പോൾ ആ സ്ത്രീ ഉച്ചസ്വരത്തിൽ നിലവിളിച്ചു. സാവൂളിനോട് ആ സ്ത്രീ ഇപ്രകാരം ചോദിച്ചു, എന്തിനാണ് നീ എന്നെ കബളിപ്പിച്ചത്? നീ സാവൂളാണ്. രാജാവ് അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. യഥാർത്ഥത്തിൽ നീ എന്താണ് കാണുന്നത്? ആ സ്ത്രീ സാവൂളിനോട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു ദേവനെ ഞാൻ കാണുന്നു. തുടർന്ന് അവൻ അവളോട് ചോദിച്ചു, അവന്റെ രൂപം എങ്ങനെ? അവൾ പറഞ്ഞു, വൃദ്ധനായ ഒരാളാണ് കയറി വരുന്നത്. ഒരു അങ്കി ചുറ്റിയിട്ടുമുണ്ട്. അത് സാമുവലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ നിലത്തേക്ക് മുഖം കുമ്പിട്ട് അവനെ വണങ്ങി. സാമുവൽ സാവൂളിനോട് ചോദിച്ചു, എന്നെ വിളിച്ചുയർത്തിക്കൊണ്ട് എന്തിന് നീ എന്നെ ശല്യപ്പെടുത്തി? സാവൂൾ പറഞ്ഞു, ഞാൻ ഏറെ ഞെരുങ്ങുകയാണ്. ഫിലിസ്ത്യക്കാർ എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാർ മുഖേനയോ സ്വപ്നങ്ങളിലൂടെയോ ഇപ്പോൾ എനിക്ക് ഉത്തരം തരുന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നെ അറിയിക്കേണ്ടതിനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. സാമുവൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്ക് ശത്രുവായിരിക്കെ എന്തിനാണ് നീ എന്നോട് ആരായുന്നത്? ഞാൻ മുഖേന കർത്താവ് സംസാരിച്ചതുപോലെ അവിടുന്ന് നിന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് രാജ്യം നിന്റെ കയ്യിൽ നിന്ന് അടർത്തിയെടുത്ത് അത് നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ കർത്താവിന്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും അമലേക്കിനെതിരെ അവിടുത്തെ ഉഗ്രകോപം നടപ്പാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇന്ന് ഇക്കാര്യം നിന്നോട് പ്രവർത്തിക്കുന്നത്. നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്ത്യ കരത്തിൽ ഏൽപ്പിക്കും. നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോടൊത്തായിരിക്കും. ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്ത്യ കരത്തിൽ ഏൽപ്പിക്കും. പൊടുന്നനെ സാവൂൾ നെടുനീളത്തിൽ നിലത്തേക്ക് വീണു. സാമുവലിന്റെ വാക്കുകൾ നിമിത്തം അവൻ ഏറെ ഭയന്നിരുന്നു. കൂടാതെ രാപ്പകൽ ഉടനീളം ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ അവന് ശേഷിയുണ്ടായിരുന്നില്ല. ആ സ്ത്രീ സാവൂളിന്റെ അടുക്കൽ വന്നു. അവനേറെ സംഭീതനാണെന്ന് കണ്ട് അവനോട് പറഞ്ഞു, ഇതാ നിന്റെ പരിചാരിക നിന്റെ സ്വരം ശ്രവിച്ചു. നീ എന്നോട് പറഞ്ഞ നിന്റെ വാക്കുകൾ എൻ്റെ ജീവൻ കയ്യിലെടുത്തു പോലും ഞാൻ ശ്രവിച്ചു. ഇപ്പോൾ നിന്റെ പരിചാരികയുടെ സ്വരം നീയും ശ്രവിച്ചാലും ഒരു അപ്പക്കഷണം ഞാൻ നിന്റെ മുമ്പിൽ വിളമ്പാം. നിനക്ക് ശക്തി ഉണ്ടാകാനായി നീ ഭക്ഷിക്കുക. നിനക്കൊരു യാത്ര പോകേണ്ടതുണ്ടല്ലോ. എന്നാൽ അത് നിരസിച്ചുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അവന്റെ ദാസന്മാരും ആ സ്ത്രീ തന്നെയും അവനെ നിർബന്ധിച്ചപ്പോൾ അവൻ അവരുടെ വാക്കുകേട്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് കിടക്കയിലേക്കിരുന്നു. ആ സ്ത്രീക്ക് തൊഴുത്തിൽ കൊഴുത്ത ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ അതിനെ അറുത്തു. ധാന്യപ്പൊടിയെടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുടുകയും ചെയ്തു. അവൾ അത് സാവൂളിന്റെ മുമ്പിലും ദാസന്മാരുടെ മുമ്പിലും കൊണ്ടുവന്നു വച്ചു. അവർ ഭക്ഷിച്ചു. പിന്നെ അവർ എഴുന്നേറ്റ് ആ രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം. എല്ലാവരെയും പോലെ ഞാനും മർത്യനായ വ്യക്തിയാണ്. മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി. മാതാവിന്റെ ഉദരത്തിൽ ഞാൻ മാംസമായി ഉരുവാക്കപ്പെട്ടു. പുരുഷബീജത്തിൽ നിന്നും ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ നിന്നും രക്തത്താൽ സാന്ദ്രമായി 10 മാസത്തിന്റെ ദൈർഘ്യത്തിൽ ഞാൻ രൂപീകൃതനായി. ജനിച്ചപ്പോൾ ഞാനും പൊതുവായ വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറക്കുന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എൻ്റെയും ആദ്യ ശബ്ദം കരച്ചിലായിരുന്നു. പിള്ളക്കച്ചകളിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. എന്തെന്നാൽ ഒരു രാജാവിനും മറ്റൊരു വിധത്തിലുള്ള ജീവിതാരംഭം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടം ഒന്ന് തന്നെ, പുറത്തേക്കുള്ള വഴിയും അതുപോലെ തന്നെ.
അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം നൽകപ്പെട്ടു. ഞാൻ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനത്തിന്റെ ആത്മാവ് എന്നിലേക്ക് വന്നു. ചെങ്കോലുകളിലും സിംഹാസനങ്ങളിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. അവളോട് തുലനം ചെയ്യുമ്പോൾ അനർഘരത്നവും ഒന്നുമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുമ്പിൽ സ്വർണമെല്ലാം ഒരു ചെറിയ മണൽത്തരി മാത്രം. അവളുടെ മുമ്പിൽ വെള്ളി കളിമണ്ണ് പോലെ കണക്കാക്കപ്പെടും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. കാരണം അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊപ്പം എല്ലാ നന്മകളും ഒരുമിച്ച് എന്നിലേക്ക് വന്നു. അവളുടെ കരങ്ങളിൽ കണക്കറ്റ ധനമുണ്ട്. എല്ലാറ്റിനെയും കുറിച്ച് ഞാൻ സന്തുഷ്ടനായി. എന്തെന്നാൽ ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംശുദ്ധമായി ഞാൻ പഠിച്ചത് സമൃദ്ധമായി ഞാൻ പങ്കുവയ്ക്കുന്നു. അവളുടെ സമ്പത്ത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. മനുഷ്യർക്ക് അവൾ അക്ഷയനിധിയാണ്. അത് കരസ്ഥമാക്കിയവർ ശിക്ഷണത്തിൽ നിന്നുള്ള ഗുണങ്ങളെ പ്രതി ശുപാർശ ചെയ്യപ്പെട്ട് ദൈവത്തിൻ്റെ പക്കൽ സൗഹൃദം നേടുന്നു. വിവേകത്തോടെ സംസാരിക്കാനും എനിക്ക് നൽകപ്പെട്ടതനുസരിച്ച് യോഗ്യതയോടെ ചിന്തിക്കാനും ദൈവം എനിക്കിട നൽകട്ടെ. എന്തെന്നാൽ അവിടുന്നാണ് ജ്ഞാനത്തിൻ്റെ നിയന്താവും ജ്ഞാനികളെ തിരുത്തുന്നവനും. എല്ലാവിധ വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കയ്യിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും അറിയുന്നതിന് അസ്തിത്വമുള്ളവയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവിടുന്ന് എനിക്ക് നൽകി. കാലത്തിൻ്റെ ആദിയും അന്തവും മധ്യവും അയനകാലങ്ങളുടെ മാറ്റവും ഋതുക്കളുടെ വ്യത്യാസവും വർഷചക്രങ്ങളും നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളും ജീവികളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ രൗദ്രവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വൈവിധ്യവും വേരുകളുടെ ഗുണങ്ങളും നിഗൂഢവും പ്രകടമായതും ഒരുപോലെ ഞാൻ അറിഞ്ഞു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. എന്തെന്നാൽ അവളിലുള്ള ചൈതന്യം ബുദ്ധിയുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും ചടുലവും തടസ്സപ്പെടാത്തതും ഉപകാരപ്രദവും ആർദ്രവും സുസ്ഥിരവും ഭദ്രവും ഉത്കണ്ഠാവിമുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും ഏറ്റവും സൂക്ഷ്മതയുള്ളതുമായ എല്ലാ ചേതനകളിലേക്കും ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നൈർമല്യത്താൽ എല്ലാറ്റിലും വ്യാപിക്കുകയും ചൂഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ ബഹിർഗമനവുമാണ്. അക്കാരണത്താൽ മലിനമായ ഒന്നും അവളിലേക്ക് പ്രവേശിക്കുന്നില്ല. നിത്യപ്രകാശത്തിന്റെ പ്രതിഫലനവും ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ നിർമ്മല ദർപ്പണവും അവിടുത്തെ നന്മയുടെ പ്രതിച്ഛായയുമാണവൾ. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. തന്നിൽ തന്നെ ആയിരുന്നു കൊണ്ട് അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധാത്മാക്കളിൽ പ്രവേശിച്ചുകൊണ്ട് അവൾ അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമായി ഒരുക്കുന്നു. ജ്ഞാനത്തോടൊത്ത് ജീവിക്കുന്ന ആളെക്കാൾ ഉപരി ദൈവം ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. അവൾ സൂര്യനേക്കാൾ പ്രഭയുള്ളവളാണ്. അവളുടെ സ്ഥാനം എല്ലാ നക്ഷത്രങ്ങൾക്കും ഉപരിയാണ്. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ ശ്രേഷ്ഠയായി കാണപ്പെടുന്നു. കാരണം അതിനെ തുടർന്ന് രാത്രി വരുന്നു. എന്നാലും തിന്മ ജ്ഞാനത്തിനെതിരെ ബലപ്പെടുകയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേന്ന് യോഹന്നാൻ വീണ്ടും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ അവനോട് പറഞ്ഞു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ അവരോട് പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തു എന്നാണ് ഇതിനർത്ഥം,
കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പത്രോസ് എന്നർത്ഥം, എന്ന് നീ വിളിക്കപ്പെടും. പിറ്റേന്ന് അവൻ ഗലീലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, നിയമത്തിൽ മോശയും അതുപോലെ പ്രവാചകരും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ അവനോട് പറഞ്ഞു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് അവനോട് പറഞ്ഞു, വന്നു കാണുക. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ കാപഢ്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനയേൽ അവനോട് പറഞ്ഞു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയേൽ അവനോട് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പ്രതിവചിച്ചു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു അല്ലേ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.